അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഒരു വ്ളോഗ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈദിന് നമുക്ക് കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അന്ന് അതിലൊരു ദിവസം പോയൊരു ട്രിപ്പാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് അബുദാബിയിലെ ലോവർ പാർക്കാണ്. ശരിക്കും നമ്മുടെ നാടിനെ പോലെയൊക്കെ തോന്നുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പാർക്കാണിത്. കുറേ പുല്ലുകളും അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന തരം ആ പുല്ല്, പാടവരമ്പത്തൊക്കെ ഉണ്ടാകുന്ന പുല്ലുണ്ടല്ലോ, അങ്ങനത്തെ പുല്ലുകൾ, അതുപോലെ കുറേ മരങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് സിറ്റിയൊക്കെ വിട്ട് കഴിഞ്ഞ് ഏകദേശം അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് മരങ്ങളും ഒക്കെ കാണാം. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു പാർക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ടൊക്കെ പോയി അവർക്ക് കളിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് കളിക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊറോണൻ്റെ ഈ ഒരു സമയമായതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള എൻട്രി ഫ്രീ എൻട്രി ആണ്. ഈ ഒരു പാർക്കിലേക്കുള്ളത് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ ഇതാ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നല്ല പച്ചപ്പും മരങ്ങളും എല്ലാം കാണാം. അപ്പോൾ നല്ല പച്ചപ്പിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ ഏതാണ്ട് സൺസെറ്റിൻ്റെ ഒക്കെ ടൈമായി തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചയും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതാ കളിക്കാനൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട്. നമുക്ക് താഴെയൊക്കെ ഇരിക്കാം. അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല വൃത്തിയുള്ള നല്ല സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു പുല്ലൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു വരുന്ന ഒരു പുല്ലാണല്ലേ. നല്ല രസമാണുള്ളതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് പുല്ലുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു പാർക്കിൽ തന്നെ ഇതിനോട് ചേർന്നിട്ട് കടൽ ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നമ്മളിവിടെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കടൽ തീരവും ഒക്കെ കൂടെ ആകുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് തന്നെ സൺസെറ്റ് നമുക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അവിടെ കടലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിട്ട് സൺസെറ്റും കാണാൻ പറ്റും. വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു വ്യൂ ആണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് സമയം കളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഒരുപാട് ഓടി കളിക്കാനും അതുപോലെ തന്നെ അവർ സൈക്കിളൊക്കെ ഓടിക്കാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ ഒരു പാർക്കിൽ ഈ ഒരു വ്യൂ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളത് ഒരു മ്യൂസിയമാണ്. അപ്പോൾ ഈ മ്യൂസിയത്തിൽ ഇപ്പോൾ ഒരു എക്സിബിഷൻ നടക്കുന്നതുകൊണ്ട് ജൂൺ 12 വരെ ആ എക്സിബിഷനുള്ള ഏരിയയിൽ ഫ്രീ എൻട്രി ആണ്. കൂടുതലും കാലിഗ്രഫി വർക്കാണ് ഈ ഒരു എക്സിബിഷനിൽ അവർ കാണിക്കുന്നത്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഇതൊക്കെ ഓരോ കാലത്തെ ഓരോ ആളുകൾ ചെയ്തിട്ടുള്ള ഓരോ കാലിഗ്രഫി വർക്കാണ് ഇതൊക്കെ.
ഇതിപ്പോൾ ഈ ഒരു എക്സിബിഷൻ ഇവിടെ ടെമ്പററി ആയിട്ടുള്ളതാണ്, ജൂൺ 12 വരെയാണുള്ളത്. പിന്നെ ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള മ്യൂസിയം ഉണ്ട്. അതിനകത്തേക്ക് എൻട്രി ഫ്രീ അല്ല കേട്ടോ. അവിടെ ഒരാൾക്ക് 60 ദിർഹം എങ്ങാണ്ട് ഫീ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സിബിഷനിൽ ഫ്രീ എൻട്രി ആണ്. പിന്നെ അതിനകത്ത് തന്നെ ഉള്ള ഒരു ഏരിയ ആണിത്. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അവിടെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതൊരു കാലിഗ്രഫി ആർട്ട് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് പല രീതിയിലുള്ള ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് പെയിൻറ്റൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത ആ വർക്ക് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്രിൻ്റ് നമുക്ക് കിട്ടും. പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ ഉള്ളതാണ് ഈ ഒരു ഓപ്പൺ സ്പേസിൽ നമുക്ക് അവിടെ ഇരിക്കാം. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വാളുണ്ട്. ആ ഒരു വാളിൽ നമ്മൾ പറയുന്ന മെസ്സേജ് അവരൊരു കാലിഗ്രഫി ആർട്ടിൽ അവർ ചെയ്തു തരും. നമുക്ക് നമ്മുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലുമൊക്കെ അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് അവരത് നല്ല അടിപൊളിയായിട്ട് അവർ എഴുതി തരും. അവരെഴുതുന്ന ആ ഒരു പേപ്പർ നമുക്ക് തരുകയും ചെയ്യും. പിന്നെ അത് വാളിൽ എഴുതി കാണിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അത് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പോൾ അതാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.